ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. എന്താ ഉണ്ടാക്കാമോ എന്ന് നോക്കാം. എന്താണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഒരു കപ്പും കൂടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml. ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബട്ടർ വേണം, ചൂടാക്കാം. ഇതാ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണിന് ഒരു 2.5 സ്പൂണോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതാ പഞ്ചസാര 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ആ പൊടിച്ചതിലിട്ട് കൊട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ വെട്ട് കേക്കൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇതാ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ചൂടോടെ തന്നെ വേണം. ഇതാ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് എല്ലാം ഇവിടെ ആവണ പോലെ. കൈ ചൂട് കേട്ടോ, ഭയങ്കര ചൂടൊന്ന് ഇത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കണം കേട്ടോ. കൈ നന്നായി ചൂട് പറ്റി. എല്ലാം ഇവിടെ ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എല്ലാം ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. എനിക്കിലോട്ട് ഒരു 3/4 കപ്പ് താഴെയായിരുന്നു പാല് വേണ്ടി വന്നിട്ടുള്ളൂ. ഇതാട്ടോ അപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വെള്ളം പോലെ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണയൊക്കെ നന്നായി കുടിക്കുള്ളേ. അതിന് ഇതുപോലെ ഒരു ഉരുളയാക്കി ഇത്ര മതിയാവും. ഒരുപാട് കനം കമ്മിയാവാനും പാടില്ല, കനം കൂടാനും പാടില്ല. എന്നിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ കട്ടിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യണം. ഇനി ഞാൻ ഇങ്ങനെ ഷേപ്പാക്കി വെട്ടിയിട്ടുണ്ട്. ഡയമണ്ട് കട്ടിൽ ഷേപ്പാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ചട്ടിയിൽ ഓയിൽ ചൂടായി കിടക്കുന്നുണ്ട്. ബോളാക്കിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ കേട്ടോ. ഒരു അത്രയും കട്ടിയിൽ പരത്തിയെടുക്കുക. ഇതൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഉള്ളൊക്കെ നന്നായി വെന്ത് മൊരിയണം, അതുകൊണ്ടാണ്. ഇത് വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണേ. ഇത് നിങ്ങൾക്ക് ഷേപ്പ് ഏത് വേണമെങ്കിലും ആക്കാം. അങ്ങനെ വലുതാക്കണമെന്നൊന്നുമില്ല. എത്ര ചെറുത് വേണമെങ്കിലും ആക്കാം, വലുത് വേണമെങ്കിലും ആക്കാം. എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ അത് കോരിയെടുക്കാം കേട്ടോ. ഇത് പാല് ഇതിൽ ചേർക്കണോണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഈ കുട്ടികളെ സ്നാക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിലൊന്നും ഒന്നുമില്ലെങ്കിൽ, ഇരിപ്പില്ലെങ്കിൽ പെട്ടെന്ന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് 5 മിനിറ്റിൽ റെഡി സ്നാക്ക് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കേട്ടോ ഒക്കെ അങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. ഒക്കെ ക്രിസ്പി ആയിട്ട്. എണ്ണയൊന്നും അധികം വലിക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമാണ് എണ്ണ വലിക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്.